ഇല്ലുസ്ട്രേഷൻ നമുക്കിത് ഫാഷൻ ഡിസൈനിങ് പഠിക്കുമ്പോൾ ഇത് ആവശ്യമാണ്. ഇതെല്ലാം ഇഷ്ടം പോലെ ഇതിലും അപ്പുറത്തെ സാധനങ്ങൾ ആവശ്യമുണ്ട് കേട്ടോ. ഇത് പേപ്പർ സ്റ്റംസ് എന്ന് പറയും. ഇത് ഷെയ്ഡ് കൊടുക്കാനൊക്കെ ആയിട്ട് ഇതിലെല്ലാം ഈ ഷെയ്ഡ് വരുന്നില്ലേ, ഈ ഷെയ്ഡെല്ലാം കൊടുക്കുന്നതാണ്. ഇതിൻ്റെ കുറേ ടൈപ്പ് വേറെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം പെൻസിലെല്ലാം ഓരോ സൈസാണ്. കണ്ടോ, പോയിൻ്റ് കണ്ടോ, പോയിൻ്റ് കാണുന്നോ, കട്ടിയുള്ള പോയിൻ്റൊക്കെ കാണുന്നു. അപ്പോൾ കുട്ടികൾ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ദേഷ്യപ്പെടും, ഇത്ര പെന്നാണ് വേണ്ടത്, ഇത്ര പെൻസിൽ. ഇതെല്ലാം ഡൂഡിൽ പെന്ന്. ഇതിൽ പിക്ചറിലൊന്നും കൊടുത്തിട്ട്, ഇതെല്ലാം ഞാൻ പെന്ന് വെച്ചിട്ട് ചെയ്യലും പെൻസിൽ വെച്ചിട്ട് മാത്രം ചെയ്തേക്കുന്നതാണ്. ഇത് ഡൂഡിൽ പെന്നെന്ന് പറയാം. ഇതും സൈസ് ഉണ്ട് കേട്ടോ, 0.8, 0.9 അങ്ങനെ ഇതിനെല്ലാം സൈസ് ഉണ്ട്. ഇത് പടം അപ്പോൾ കണ്ടോ, 10B. എൻ്റെ കുറേ പെൻസിൽ മിസ്സിങ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടല്ലോ അവിടേക്ക് ഇട്ടിട്ട് പോകും. ആരും എടുക്കുന്നതും പിടിക്കുന്നതെന്നല്ല, ഇട്ടിട്ട് പോകും. ഒന്നുകിൽ അടുത്ത് വരുന്നവർ അവിടെ എവിടെയെങ്കിലും ഏൽപ്പിക്കും, അല്ലെങ്കിൽ അവരുതാണെന്ന് വെച്ചാൽ അവർ പോക്കറ്റിലിടും. HB പെൻസിൽ കണ്ടോ, അങ്ങനെ ഒരുപാട് പെൻസിൽ നമുക്ക് അങ്ങോട്ട് മിസ്സാവും ഇങ്ങോട്ട് മിസ്സാവും. എനിക്ക് തന്നെ ഞാൻ തന്നെ മിക്കവരുടെ പെൻസിൽ ഞാൻ അടുത്തോണ്ടേ കൊടുത്തിട്ടുണ്ട്. എൻ്റെ കുടുങ്ങലുണ്ട്, ഞാൻ കൊണ്ടേ കൊടുക്കലുണ്ട്. അവസാനം പിള്ളേർ പറയും ആരും ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെന്ന്. ഇതിലേതോ ഒരു പെൻസിൽ ഒരിക്കൽ എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ്. എന്നോട് പറഞ്ഞു വെച്ചോ നല്ലതാണെന്ന് പറഞ്ഞു. അത് ഏത് കമ്പനിയാണെന്ന് എനിക്കറിയില്ല, ഞാൻ അവളുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ല. ഇതിലേതോ ആണെന്ന് തോന്നുന്നുണ്ട്. സൂപ്പർ ഇങ്ങനെ ഒരു ഇതാണ്, സൂപ്പറാണ് ആ പെൻസിൽ എന്ന് പറയുന്നത്. പക്ഷേ ബ്രാൻഡ് എനിക്കറിയില്ല. ഇനി ഞാനൊരിക്കലും കാണാനും പോകുന്നില്ല, കോണ്ടാക്റ്റും ഇല്ല. എയർലൈൻ ആണോ എന്നറിയില്ല. അങ്ങനത്തെ കുറേ പെൻസിൽ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അങ്ങോട്ട് അത് കേട്ടിട്ട് പോയി വാങ്ങിച്ചാൻ തോന്നുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കൊള്ളാം, എയർലൈനിൻ്റെ കൊള്ളാം. പിന്നെ ഇതൊക്കെ ഗ്ലിറ്റിങ്, ഇതൊന്നുമല്ല, ഇനിയുണ്ട് കേട്ടോ ഇഷ്ടംമാതിരി. ഇതുപോലത്തെ ഇഷ്ടംമാതിരി ഉണ്ടാവും പിള്ളേരുടെ അടുത്ത്. അപ്പം നിങ്ങൾ പാരൻസിനോട് കുട്ടികൾ ചോദിക്കുമ്പം കച്ചാർ കൂടരുത്, ഇതെല്ലാം വാങ്ങിക്കൊടുക്കേണ്ടതാണ്. നമുക്കിതെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്, ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നുണ്ട്, നമുക്കിതെല്ലാം ആവശ്യം. ഇത് പെൻസിലിൽ മാത്രം, ഇതെല്ലാം പെൻസിലിൽ മാത്രമാണ്, പല ഷെയ്ഡുള്ള പെൻസിലിൽ മാത്രം വെച്ച് ചെയ്തതാണ്. അപ്പോൾ പടം വരയ്ക്കാൻ കഴിവുള്ള കുട്ടികളെ നിരുത്സാഹപ്പെടുത്തരുത്. എൻ്റെ ലൈഫിൽ ഞാൻ 0 ആയിരുന്നു, എനിക്ക് പടം വരയ്ക്കാൻ പോലും അറിയില്ല. ഇത് പെൻസിലാട്ടോ, ഇത് റബ്ബറാട്ടോ, ഇത് ഈ സൈഡ് റബ്ബറും ഈ സൈഡ് ഷാർപ്പനറും കൂടിയിട്ടാണ്. കണ്ടോ, ഇതിനെ വലിച്ചെടുത്തതെന്ന് അറിയില്ല. കണ്ടോ, ഇത് ഷാർപ്പനറും കൂടിയിട്ടാണ്. അപ്പോൾ പടം വരയ്ക്കുന്ന കുട്ടികളെ നിരുത്സാഹപ്പെടുത്തരുത്. 0 ആയിരുന്നു ഞാൻ ലൈഫിൽ. ഇന്ത്യൻ്റെ മാപ്പ് പോലും ഞാൻ വരച്ചിട്ടില്ല. 2 രൂപ കൊണ്ടുപോയിട്ട് മാപ്പ് പോലും വരയ്ക്കാത്ത ഞാനാണ്. അപ്പോൾ എന്നെക്കൊണ്ട് ഈ 2.5 കൊല്ലം കൊണ്ട് എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പടം വരയ്ക്കാൻ സാധിക്കുമെങ്കിൽ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ദൈവം സഹായിച്ച് ഭയങ്കര കഴിവാണ്. 99% എല്ലാവരും പെർഫെക്റ്റാണ്, കുട്ടികൾ ബ്രില്യൻ്റാണ്. അപ്പോൾ ഇങ്ങനെ കഴിവുകൾ അവർക്ക് ഉണ്ടെങ്കിൽ അവരെ നിരുത്സാഹപ്പെടുത്തരുത്. നിങ്ങൾ കുട്ടികൾക്ക് അതൊക്കെ വാങ്ങിക്കൊടുക്കണം. ഇവർക്ക് അല്ലാണ്ട് പടം വരയ്ക്കാൻ അവർ ഇഷ്ടമായി. നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഭാഗമായിട്ട് അതുണ്ട്, വെറുതെ ഇതൊക്കെ വരച്ച് പിടിക്കുന്ന വളകൾ മനസ്സിലായി, ഇതൊക്കെ വെറുതെ പെയിൻറ്റ് കൊടുക്കുന്നത്. കണ്ടോ, ഞാനങ്ങനെ പെർഫെക്റ്റൊന്നുമല്ല. അതൊക്കെ തുടക്കത്തിൽ വരച്ച് പഠിക്കുന്ന പെൻസിലെല്ലാം പോയി. ഇതാ കണ്ട, ഞാനൊരു 25-30% ആയിട്ടേ ഉള്ളൂ. അപ്പോൾ വരയ്ക്കുന്ന കുട്ടികളെ കാര്യങ്ങൾ ഓർത്ത് നോക്കിയേ, അവർക്ക് എത്ര സൂപ്പറായിട്ട് വരയ്ക്കുന്നു. അതുകൊണ്ട് മക്കളെ നിരുത്സാഹപ്പെടുത്തരുത് കേട്ടോ, അവർ വരയ്ക്കട്ടെ. ഇത്രയൊന്നും അല്ല, ഇഷ്ടം പോലെ വേണ്ടി വരും കേട്ടോ. അവർക്കറിയും, അവർ പറയും, നിങ്ങളത് വാങ്ങിക്കൊടുത്താൽ മതി. ഇതൊക്കെ കമ്പൽസറി. നിങ്ങൾക്ക് കാണുമ്പോൾ വിചാരിക്കുന്നത് എന്താ ഇത് കാണുമ്പോൾ ഒന്നുമില്ല, മനസ്സിലായ ഒരു പേപ്പർ പോലെ ഇരിക്കും. എല്ലാം വാങ്ങിക്കൊടുത്തോണ്ട്